അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഇണക്കങ്ങളും പിണക്കങ്ങളും. അത് അമിതമായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? നമ്മൾ പരസ്പരം മനുഷ്യന്മാരാണ്. നമ്മളൊരു കുറച്ച് കാലം മാത്രമല്ലേ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ആ സമയങ്ങളിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിണങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു വേദന ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അതായത് എല്ലാ മനുഷ്യന്മാർക്കും അതുണ്ടാവില്ല. ചില സൈക്കോ ആയിട്ടുള്ള മനുഷ്യന്മാർക്കൊന്നും എനിക്ക് തോന്നുന്നു അങ്ങനത്തെ പിണങ്ങി ജീവിക്കുന്നതൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല. അതിന് കാരണം അവർക്ക് ഇസ്ലാമിക്കായിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ കുറവ് കൊണ്ടും കൂടി ആയിരിക്കാം. അതേപോലെ തന്നെ ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും വിവാഹ ജീവിതത്തിൻ്റെ ബന്ധം കൊണ്ട്, അതായത് അവർ പരസ്പരം ഡൈവേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ടും അതേപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തതും, അതായത് ഇസ്ലാം പറഞ്ഞ പോലെ ഉള്ള ഒരു വിവാഹ ജീവിതം അല്ല നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഒരുപാട് സൈക്കോളജിക്കൽ ടിപ്സ് പോലും ഉണ്ട് ഈ ഒരു നമ്മുടെ വിവാഹ ജീവിതങ്ങൾ നല്ലപോലെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ. അതൊന്നും നമ്മൾ ഫോളോ ചെയ്യാതെ നമ്മൾ തന്നിഷ്ടങ്ങൾ മറ്റുള്ള ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരിക അല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അല്ലാത്തവർ ഇതിനെ നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിവിടെ വിവാഹ ജീവിതത്തിനെ തന്നെ പറ്റി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇണക്കങ്ങളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് തന്നെ കൂടുതലും പറയുന്നത്. ഇന്നത്തെ തലമുറയിൽ ഒരുപാട് നമ്മൾ കണ്ടുവരുന്ന ആത്മഹത്യകൾ, ഈ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ, നമ്മൾ അറിയുന്ന കേസും ഉണ്ട്, ഒരുപാട് നമ്മൾ ആരും അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ വീഡിയോ എത്ര പേര് എനിക്ക് കാണുമെന്നറിയില്ല. ഇത് കാണുന്നവരൊക്കെ അവരൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് നന്നായിട്ട് ചിന്തിക്കുക. ഞാൻ മാത്രം ചെയ്യുന്നത് ശരിയാണെന്നുള്ള മൈൻഡ് നമ്മൾ ആദ്യം ഒഴിവാക്കുക. ഞാൻ പെർഫെക്റ്റാണ് എന്നുള്ള ഒരു മനുഷ്യനും ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കില്ല അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ആയിഷ ബീവിയായിട്ടും ഖദീജ ബീവിയായിട്ടും കഴിയുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ പരമാവധി ചെറിയ ഇഷ്യൂകളൊക്കെ വലിയതാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ തല്ലിടുന്ന സമയത്ത് ഒരാളെ നെഗറ്റീവ് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ അവരെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുമ്പോഴാണ് അയാളെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും നമ്മൾ ഒരുപാട് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഒരാളെ ചിന്തിക്കുക. അതായത് തൻ്റെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളൊരു പുരുഷൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്ത്രീയുടെ കൂടെയോ നിങ്ങൾ ചാറ്റ് ചെയ്യണതൊന്നും അത്ര പെർഫെക്റ്റുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെയല്ല ഞാൻ പറയുന്നത്. അതായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു ബന്ധത്തിലേക്ക് പോവാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത്. ചില അവിഹിതങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ആദ്യമായിട്ടൊക്കെ ചാറ്റ് ചെയ്യും, പിന്നെ അത് അവിഹിതത്തിലേക്ക് പോവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മളൊന്ന് ചിന്തിക്കുക, ഞാൻ ചെയ്യണ കാര്യം പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യണ കാര്യത്തിൽ ഒരു പെൺകുട്ടീൻ്റെ കണ്ണുനീര്, ഒരു മക്കളെ കണ്ണുനീര് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യണ കാര്യത്തിൽ ഒരു ഭർത്താവിൻ്റെയും അവരെ മക്കളെയും ജീവിതമാണ് തൊലഞ്ഞു പോകുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആരും കണ്ണുനീരുണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷം കിട്ടുമായിരിക്കും, പക്ഷേ ഇഹലോകത്ത് ഒരിക്കലും സന്തോഷം കിട്ടില്ല. അതായത് അവരാൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവരാൻ്റെ ഭർത്താവ് നമുക്ക് നമ്മൾ അവസാനം വരെ ഉണ്ടാവുള്ളൂ. ഒരു കാമുകിമാരും നമ്മളെ കൂടെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാൻ ഇത്ര നീട്ടിക്കൊണ്ടായതൊന്നുമല്ല, എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് തോന്നി. ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് നമ്മുടെ ദിക്റിലേക്ക് പോവാം. ഇത് ഖുറാനിലെ ഒരു ആയത്താണ് കേട്ടോ, ഒരു സൂറത്തിലെ ആയത്താണിത്. ഈ ഒരു ആയത്ത് നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അതായത് ഹാജത്ത് നമസ്കാരം നിങ്ങൾ നമസ്കരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഇത് ചൊല്ലാൻ പറ്റുന്നത് അത്ര അധികം നിങ്ങൾ ചൊല്ലുക. അള്ളാഹുവിനോട് നിങ്ങൾ പറയുക, നിങ്ങളെ കാര്യം എന്താണോ നിങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് അള്ളാഹുവിനോട് പറയാം. ഒരു ദുആക്കും അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല. അത് നമ്മൾ നല്ലതിന് വേണ്ടിയിട്ട് നീട്ടി വെക്കുന്നുണ്ടാവും ചിലപ്പം, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നീട്ടി കൊണ്ടുപോകുന്നതൊക്കെ. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ദുആക്ക് എന്തായാലും അള്ളാഹു ഉത്തരം നൽകും. അതായത് ഹലാലായ ആഗ്രഹങ്ങളാവണം, അറാമായിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു അവിഹിതത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അറാമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഒരിക്കലും ഖുർആനെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഖുർആന് ഒരു അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് യൂസ് ചെയ്യാതിരിക്കുക. അതായത് ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും അറാമായിട്ടുള്ള ബന്ധത്തിനും ഒന്നും യൂസ് ചെയ്യാതെ, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ
നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്ത് വരിക. എപ്പോഴും നമ്മൾ ഹലാലായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കുമ്പോൾ അവനെല്ലാം നമ്മളെ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴേ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടുള്ളൂ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.